കാർത്തിക് സുബ്രാജിന്റെ പേട്ടയിലെ ഈ സീൻ ഓർക്കുന്നില്ലേ? തീർച്ചയായും ഇയാൾ സംഭവക്കാരൻ താൻ. ഇപ്പം നമ്മ നോക്കിയിട്ട് ഇരിക്കുന്നത് അവനക്ക് തെരിഞ്ഞിരിക്കും. ഇന്നും കൊഞ്ച നേരത്തിലെ നമ്മെ തിരുമ്പിപ്പാക്കും. മണികണ്ഠൻ ഈ ഡയലോഗ് പറഞ്ഞതിന് ശേഷം ക്യാമറ പതിയെ തലവരുടെ അടുത്തേക്ക് ട്രാക്ക് ചെയ്തു പോകുന്നു. അതിനൊപ്പം പതിയെ ഉയർന്നു വരുന്ന BGM ക്യാമറ സ്റ്റഡി ആവുന്ന അതേ സെക്കൻഡിൽ നിലയ്ക്കുന്നു. അടുത്ത സെക്കൻഡിൽ അത്രമേൽ രൗദ്രതയോടെ രജനീകാന്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നിലച്ചുപോയ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും പ്ലേ ആവുന്നു. ആ ഒരു രംഗത്തിന്റെ തീക്ഷ്ണതയെ പീക്കിലെത്തിക്കുന്നതിൽ തലവരുടെ സ്വാഗിനും കാർത്തികിന്റെ മേക്കിങ്ങിനുമൊപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വഹിച്ച പങ്ക് അത്രമേൽ വലുതാണ്. തമിഴ് സിനിമയിൽ പിറന്ന ഏതൊരു മാസ് സീനിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ചാലും അതിനോട് ഈ രംഗം കിടപിടിക്കും. ഇത് മാത്രമല്ല, അത്തരത്തിൽ പല സീനുകളും തമിഴിൽ പിറവിയെടുത്തിട്ടുണ്ട്. പേട്ടയിലെ തന്നെ കാറിൽ നിന്ന് ഷോട്ട് ഗൺ എടുത്ത് ദേവാരത്തെ വെടിവെക്കുന്ന സീൻ, കത്തിയിൽ വിജയുടെ തോളിൽ വില്ലന്മാർ കൈവെക്കുമ്പോൾ അവരെ വിജയ് ഇടിച്ചിടുന്ന സീൻ, മാസ്റ്ററിലെ ഇന്റർവെൽ സീക്വൻസ്, ജയിലറിലെ ഇന്റർവെൽ ഫൈറ്റ് സീൻ തുടങ്ങി ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടിരിക്കും. ഇവയെല്ലാം എലവേറ്റ് ചെയ്ത് പീക്കിൽ എത്തിക്കുന്നതിൽ അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വഹിച്ച പങ്ക് നിർണായകമാണ്. ആ BGMകൾ മാത്രം കേട്ടാൽ മതി സീൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താൻ. അത്രമേൽ ഇമ്പാക്ട്ഫുള്ളാണ് ആ മ്യൂസീഷ്യൻ ചെയ്തു വെച്ച ഓരോ വർക്കും. സംഗീത ലോകത്തിന്റെ പ്രിയപ്പെട്ട റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദർ. ഹോളിവുഡും കടന്ന് ബോളിവുഡിലും ചുവടുറപ്പിച്ച അനിരുദ്ധ് ഇന്ന് കംപ്ലീറ്റ്ലി മറ്റൊരു ലീഗിലാണ്. അയാളെ കാത്തിരിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ സൂപ്പർ സിനിമകളാണ്. ആക്ഷൻ ചിത്രങ്ങളാണ് അവയിൽ മിക്കതും. ഇന്ന് ഓരോ മാസ് ഹീറോയിക് സിനിമകളിലും അവിഭാജ്യ ഘടകമാണ് അനിരുദ്ധ്. തുടർച്ചയായ മാസ് സിനിമകളുടെ കടന്നുവരവിൽ അനിയിലെ റൊമാൻറ്റിക് കമ്പോസറെയാണ് പലരും മിസ് ചെയ്യുന്നത്. 3യിലെ നീ പാർത്ത വിഴികൾ, ഇതഴിനോരം, ഞാനും റൗഡിദാനിലെ തങ്കമേ ഉന്നെത്താൻ തേടി വന്ന നാനെ, VIP-യിലെ പോ ഇன்று നീയാക, തങ്കമകനിലെ എന്നെ സൊല്ല ഏതോ സൊല്ല തുടങ്ങി ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച അനിയുടെ റൊമാൻറ്റിക് മാജിക്കുകൾ ഏറെയാണ്. അപ്കമിംഗ് ആക്ഷൻ സിനിമകൾക്കിടയിൽ അനി മ്യൂസിക് ചെയ്യുന്ന റൊമാൻറ്റിക് കോമഡി ഓണറിലെത്തുന്ന ചിത്രം വിഘ്നേഷ് ശിവന്റെ സംവിധാനത്തിലെത്തുന്ന ലവ് ഇൻഷുറൻസ് കമ്പനിയാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രത്തിലെ ധീമ എന്ന ഗാനം യൂട്യൂബിൽ 35 മില്യൺ വ്യൂസിലേറെയാണ് നേടിയത്. അനിരുദ്ധ് തന്നെയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അനിയുടെ അപ്കമിംഗ് ലിസ്റ്റിൽ രജനീകാന്തും വിജയും ശിവകാർത്തികേയനും ജ്ഞാനിയും അടക്കമുള്ള വമ്പൻ താരങ്ങളുടെ സിനിമകളുണ്ട്. അതിൽ കൂലി ആഗസ്റ്റ് 14-നാണ് റിലീസ് ചെയ്യുന്നത്. മാസ്റ്റർ മുതൽ മുഴുവൻ ലോകേഷ് സിനിമകളിലും സംഗീതമൊരുക്കിയിട്ടുള്ളത് അനിരുദ്ധാണ്. കൂലി ഇരുവരും ഒന്നിക്കുന്ന 4ാം സിനിമയാണ്. കൂലിയിലെ അരംഗമതിരട്ടുമേ വിസിൽ പറക്കട്ടുമേ എന്ന സ്കോർ വൻ രീതിയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു. ജൂൺ 25-ന് പുറത്തിറങ്ങിയ മ്യൂസിക് വീഡിയോയും ഏറെ സ്വീകാര്യത നേടി. അനിരുദ്ധ്, T രാജേന്ദർ, അറിവ് എന്നിവർ ചേർന്നാണ് ആ ഗാനം ആലപിച്ചത്. പേട്ടയിലും ജയിലറിലും അനി തലൈവർക്കായി ഒരുക്കിയ BGMകൾ ഉണ്ടാക്കിയ ഓളം ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. ജയിലറിന്റെ കാതൽ തന്നെ ഹുക്കും എന്ന ഗാനവും ആ BGMുമായിരുന്നു. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിലും അനി തന്നെയാണ് നെൽസന്റെ ചോയ്സ്. തലൈവർക്കായി ഇത്രയും എനർജറ്റിക് സ്കോറുകൾ ചെയ്ത അനിയിൽ നിന്ന് അതിലും മികച്ചതിനാകും വരാനിരിക്കുന്ന സിനിമകളിൽ പ്രേക്ഷകർ കാത്തിരിക്കുക. അനിയെ കൊണ്ട് അത് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസവും അവർക്കുണ്ട്. അനിരുദ്ധിന്റെ ലിസ്റ്റിലെ മറ്റൊരു സിനിമ വിജയ് ദേവരകൊണ്ടയുടെ കിങ്ഡമാണ്. ഈ വർഷം റിലീസ് ചെയ്യുന്ന കിങ്ഡത്തിലെ ടീസർ OST ഇൻസ്റ്റാഗ്രാം റീലുകളിലും സ്റ്റോറികളിലും നിറഞ്ഞു നിന്നിരുന്നു. അനിയുടെ എലവേറ്റീവ് മ്യൂസിക് ഗണത്തിലെ മറ്റൊരു എൻട്രി കൂടിയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മറ്റൊരു തെലുങ്ക് ചിത്രം ജ്ഞാനിയുടെ ദ പാരഡൈസ് ആണ്. ഇംഗ്ലീഷും സ്പാനിഷും അടക്കം 8 ഭാഷകളിൽ ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ശിവകാർത്തികേയന്റെ മദ്രാസിയും അനിയുടെ ലിസ്റ്റിലുണ്ട്. വിജയുടെ അവസാന ചിത്രം ജനനായകനിലും മ്യൂസിക് അനിരുദ്ധാണ്. കത്തിയിലാണ് വിജയും അനിരുദ്ധും ആദ്യമായി ഒന്നിക്കുന്നത്. കത്തി തന്റെ കരിയറിൽ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നെന്ന് അനിരുദ്ധ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സെൽഫി പുള്ള എന്ന ഗാനവും ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ക്ലൈമാക്സിലെ യേശുദാസ് പാടിയ നീ ആരോ എന്ന ഇമോഷണൽ സോങ് പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലെ ഒന്നാണ്. കത്തിക്ക് ശേഷം മാസ്റ്ററിലും ബീസ്റ്റിലും ലിയോയിലും ഇരുവരും ഒന്നിച്ചു. ഓരോ തവണയും വിജയ് ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക അനി ഒരുക്കിയിട്ടുണ്ട്. മാസ്റ്ററിലെ മുഴുവൻ ഗാനവും ഹിറ്റായിരുന്നു. വാത്തി കമ്മിങ് യൂട്യൂബിൽ കണ്ടവരുടെ എണ്ണം 548 മില്യൺ മുകളിലാണ്. കുട്ടി സ്റ്റോറിക്ക് 132 മില്യണും പൊളക്കെട്ടും പറ പറ എന്ന ഗാനത്തിന് 80 മില്യണുമാണ് കാഴ്ചക്കാർ. അന്നയാര് ദളപതി എന്ന മാസ്റ്ററിലെ ഇൻട്രോ സ്കോർ വിജയ് എന്ന നടന്ന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ്. ലിയോയിൽ ദളപതി വിജയ് എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിന് ആപ്റ്റായി ലോകേഷ് ഈ മ്യൂസിക് തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാകാം. ബീസ്റ്റിലെ അറബിക്കുത്തിലൂടെ വ്യത്യസ്തമായ ഒരു ഫ്യൂഷനും അനി സംഗീത ലോകത്തിന് സമ്മാനിച്ചു. അറബിക്കുത്തിന്റെ ലിറിക്കൽ വീഡിയോ 500 മില്യണിലധികം കാഴ്ചക്കാരെ സ്വന്തമാക്കിയപ്പോൾ വീഡിയോ സോങ് കണ്ടത് 700 മില്യണിലധികം പേരാണ്. ജനനായകനിലും അനിയിലുള്ള പ്രതീക്ഷ ഏറെയാണ്. ചെയ്തു വെച്ച വർക്കുകൾ തന്നെയാണ് ആ ഹോപ്പിന്റെ കാരണം. ഹെഡ്സെറ്റ് വെച്ച് ഒറ്റയ്ക്ക് കേട്ട് ഫീൽ ചെയ്യാനുള്ള റൊമാൻറ്റിക് ഗാനങ്ങളും വലിയ സൗണ്ട് സിസ്റ്റത്തിന്റെ അകമ്പടിയിൽ നൃത്തം ചെയ്യാൻ ആവശ്യമായ പാർട്ടി സോങ്ങും തകർന്നു പോയെന്ന് തോന്നിയാൽ കേൾക്കാവുന്ന മോട്ടിവേഷൻ സോങ്ങുമെല്ലാം അനിയിൽ നിന്ന് പിറവിയെടുത്തിട്ടുണ്ട്. ലിയോയിലെയും മാസ്റ്ററിലെയും എല്ലാം വെസ്റ്റേൺ ടച്ചുള്ള ഇംഗ്ലീഷ് ഗാനങ്ങളും അനിയുടെ ടോപ്പ് നോച്ച് വർക്കുകൾ തന്നെ. ഈ വെർസറ്റാലിറ്റി തന്നെയാണ് അയാളെ വേറിട്ട് നിർത്തുന്നതും. മലയാളത്തിൽ അനി എന്നെത്തുമെന്ന് കേരളത്തിലെ പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ടൈസണിൽ അനിരുദ്ധ് എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ചിത്രത്തെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റുമില്ല. മലയാളത്തിൽ സംഗീതം ഒരുക്കിയിട്ടില്ലെങ്കിലും തന്റെ ശബ്ദം അനി നൽകിയിട്ടുണ്ട്. നിവിൻ പോളിയുടെ പ്രേമത്തിലെ ഐക്കോണിക് റോക്കാൻ കുത്ത് പാടിയത് അനിരുദ്ധാണ്. കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിലെത്തിയ ശേഷം മൈക്കിൾ ഫാത്തിമയിലെ ഒരു ഗാനവും അനി ആലപിച്ചിട്ടുണ്ട്. സിനിമയുടെ വിധി എന്തു തന്നെയായാലും അതിലെ ഗാനമൊരുക്കുന്നത് അനിയെങ്കിൽ മിനിമം ഗ്യാരണ്ടി ഉണ്ടാകുമെന്ന് ഇന്ന് ഏവർക്കുമുള്ള വിശ്വാസമാണ്. ആ 34കാരൻ തൻ്റെ ചുരുങ്ങിയ കരിയറിൽ ഉണ്ടാക്കിയെടുത്ത ഹിറ്റുകൾ തന്നെ അതിന് കാരണം.
യൂട്യൂബിലും സ്പോട്ടിഫൈയിലുമെല്ലാം അയാൾ എല്ലായ്പ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിൽ ഉണ്ടാകാറുണ്ട്. അയാളുടെ കൺസേർട്ടുകൾക്കായുള്ള കാത്തിരിപ്പും വേറെ. കാത്തിരിക്കാം അനിയുടെ പുത്തൻ ചാർട്ട് ബസ്റ്ററുകൾക്കായി.